എനിക്കായി മരിച്ചല്ലോ. നിൻ മുറിവുകൾ എൻ ശാന്തി, നിൻ അടിപ്പിണരാൽ സൗഖ്യം. നിൻ മുറിവുകൾ എൻ ശാന്തി, നിൻ അടിപ്പിണരാൽ സൗഖ്യം. നീ എൻ കർത്തൻ, നീ എനിക്കായി മരിച്ചല്ലോ. ക്രിസ്തുവേ നീ എൻ കർത്തൻ, നീ എനിക്കായി മരിച്ചല്ലോ. നിൻ മുറിവുകൾ എൻ ശാന്തി, നിൻ അടിപ്പിണരാൽ സൗഖ്യം. നിൻ മുറിവുകൾ എൻ ശാന്തി, നിൻ അടിപ്പിണരാൽ സൗഖ്യം. ജീവിതം വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും പകർന്നു തന്നുകൊണ്ട് 1975 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 79 മുഴുസമയവും കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുവാനും ദൈവം ഇടയാക്കി. കഴിഞ്ഞ 20 വർഷം ദൈവം അയച്ച സ്ഥാനങ്ങളിലൊക്കെയും ശുശ്രൂഷയിലായിരിക്കാൻ ദൈവമായ കർത്താവിന് ഇടയാക്കി. അങ്ങനെയുള്ള ഞങ്ങളുടെ ശുശ്രൂഷ മധ്യേ ഞങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഈ കാസറ്റിൽ കൂടെ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത്. നിങ്ങൾ നോക്കുക, ഗദരദേശത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അതിനു മുമ്പായി ദൈവം ഒരു ശുദ്ധീകരണം അവിടെ നടത്തി. എന്താണ് ശുദ്ധീകരണം? ആ ദേശത്തെ പന്നികൾ ദൈവവിധ പ്രകാരമുള്ള പന്നികളല്ല. ദൈവത്തിന്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് യഹൂദന് നിഷിദ്ധമായ പന്നി അത് യഹൂദന്മാരുടെ ഇടയിൽ വളരുവാൻ കാരണമായത് എന്തുകൊണ്ട്? പിതാക്കന്മാർ അന്യായമായി സമ്പാദിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിവിട്ട് ദൈവിക ദർശനം വിട്ട് സമ്പാദിച്ച സമ്പാദ്യമാണ് ആ പന്നി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം അതായത് 32-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ഇടമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് ദൈവത്തിന്റെ ദാസനായ മോശ നടത്തിക്കൊണ്ടുവരുമ്പോൾ യോർദാന്റെ കിഴക്കേ കരയിലുള്ള സീഹോനോഗ് തുടങ്ങിയ രാജാക്കന്മാരെ നിഗ്രഹിച്ചിട്ട് അവർ യോർദാന്റെ പടിഞ്ഞാറെ കരയിലേക്ക് കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ രൂബേന്യരും ഗാദ്യരും മനസ്സയുടെ പാതിഗോത്രവും അടുത്തു വന്ന് മോശയോട് പറയുകയാണ്, നിനക്ക് ഞങ്ങളോട് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ അടിയങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുതേ. മിസ്രൈമിൽ നിന്ന് പെസഹായും ചോരത്തളിയും ആദരിച്ച് ദൈവത്തിന്റെ ദാസനാകുന്ന മോശ മുഖാന്തരമായി അവർ നടത്തപ്പെട്ടത്, അവർ പ്രൈസിലോ വന്നത് കനാനെ ലക്ഷ്യമാക്കിയാണ്. കനാനിന്റെ കിഴക്കേ കരയിൽ പാർക്കുവാനല്ല, അവർക്ക് അത് യോർദാൻ കടന്ന് മറുകരയെ തേടുന്നുണ്ടായിരുന്നു. എന്നാൽ കിഴക്കേ കരയില് രൂബേന്യർക്കും ഗാദ്യർക്കും മനസ്സയുടെ പാതിഗോത്രത്തിനും ഏറ്റവും അധികം ആടുപാടും ഉണ്ടായിരുന്നു. ആ കിഴക്കേ കര ഹല്ലേലൂയ അവർക്ക് അവരുടെ ആടുപാടുകൾക്ക് പറ്റിയതാണെന്ന് അവർക്ക് തോന്നുവാന്നൊക്കെ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന മോശയുടെ അരിയിൽ വന്ന് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആടുപാടുകൾ വളരെയുണ്ട്, ഈ ദേശം നീ ഞങ്ങൾക്ക് തരയണമേ. നിങ്ങൾ നോക്കുക, ദൈവിക ദർശനം പോയി ലോകത്തിലേക്ക് അവരുടെ കണ്ണുകളായി തീർന്നു. അവരുടെ ആടുപാടുകൾക്ക് പറ്റിയ സ്ഥലമാണ് അവർക്ക് നോട്ടം. ആടുപാടുകൾക്ക് അത് തൊഴുത്ത് കിട്ടുകയാണ് അവരുടെ ലക്ഷ്യം. സമ്പാദ്യം അത് എത്രയും ഉണ്ടാക്കുക, അതാണ് ലക്ഷ്യം. ദൈവിക ദർശനം മാറി, പിതാക്കന്മാർ ദൈവിക ദർശനം മാറി, അങ്ങനെ യോർദാന്റെ കിഴക്കേ കരയില് അവർ പാർക്കുവാനിടയായി തീർന്നു. ഗാദ്യര് പാർത്ത ദേശത്തിന് പിൽക്കാലത്ത് ഗദര ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ നോക്കുക, ആടുമാടുകളെ വളർത്തുവാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയ ആ ദേശത്ത് ഇന്ന് പന്നികൾ വളരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്.
ദൈവിക ദർശനം വിട്ട് യോർദാൻ മറുകരയിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ട മിസ്രൈമിൽ ഒന്നിനു പിറകെ ഒന്നായി അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് ആരാലും വിടിവിപ്പാൻ കഴിയാത്ത ആ ഫറവോന്റെ കയ്യിൽ നിന്ന്, ഫറവോന്റെ ഇരുമ്പ് ചൂളയിൽ നിന്ന് ദൈവനെ വിടുവിച്ചുകൊണ്ടെന്നത് യോർദാന്റെ കിഴക്കരയിൽ പാർക്കുവാനല്ല, നീ യോർദാൻ കടന്നെങ്കിലേ മതിയാ. എന്നാൽ ദർശനത്തിന് വിരോധമായി യോർദാന്റെ കിഴക്കരയിൽ പാർത്ത അവരെ പെണ്ണത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിനായ ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പന്നികൾ വളർന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യഹൂദ ഈ പന്നി നിനക്ക് യോഗ്യമല്ല, യഹൂദ ഒരു പന്നി നിഷിദ്ധമാണ്. ദൈവഹിതം വിട്ട് ആത്മീയമില്ലാതെ നിത്യജീവനില്ലാതെ മരണഭയത്തിൽ കഴിയുന്ന പാപജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് എത്ര സമ്പാദിച്ചാലും ആ സമ്പാദ്യം നിനക്ക് യോഗ്യമല്ല. അവയോട് അന്യായമായിട്ടുള്ള സമ്പാദ്യങ്ങളോടെ, അന്യായമായിട്ടുള്ള അവസ്ഥകളോട് യാത്ര പറയേണ്ടിയിരിക്കുന്നു. ആകയാൽ ആ അശുദ്ധാത്മാവ് പന്നികളിലേക്ക് പ്രവേശിപ്പാൻ അനുവാദം ചോദിച്ചപ്പോൾ യേശു അനുവദിച്ചാൽ കാണാൻ സാധിക്കും. ആ പന്നികൾ കടും തൂക്കത്തോടെ സമുദ്രത്തിലേക്ക് പോയി വീർപ്പൂട്ടിച്ചതായി കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുക, യേശു ഒരു ശുദ്ധീകരണം നടത്തി. പിതാക്കന്മാർ ദൈവദർശനം വിട്ടതിന്റെ ഫലമായി തലമുറകൾ ശപിക്കപ്പെട്ട് അത് ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ട്, നീതിയുടെ വഴി അറിഞ്ഞിട്ട് അത് വിട്ടുകളയുന്നവന് പിന്നത്തേതിൽ കടുമയൊരു ശിക്ഷാവിധിയുണ്ടായിരിക്കും. മനസാക്ഷിക്ക് വിരോധമായി പാപം ചെയ്തുകൊണ്ട് മനസാക്ഷിയിൽ അത് ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സത്യം ഇതാണെന്ന് ദൈവം നിന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിരോധമായി മുൻപോട്ട് പോയാൽ അനുഗ്രഹമല്ല, പിന്നത്തേതിൽ ശാപം ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ ദൈവം ആരെയും മുന്നറിയിപ്പ് കൂടാതെ ആണതിന് കൊടുക്കാതെ നശിപ്പിക്കുന്ന ദൈവമല്ല. എവിടെയെല്ലാം കർത്താവ് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന് ന്യായവിധിയും വന്നതായി കാണാൻ സാധിക്കും. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, കബർദഭൂമി സ്വർഗത്തോളം ഉയർന്ന കബർദഭൂമി നീ പാതാളത്തോളം താണു. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോരിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ ഇരട്ടിലും വെണ്ണീരിലും ഇരിക്കുമായിരുന്നു. ഇന്ന് കപർന്നഹൂം പണിയപ്പെടാത്ത ശാപഗ്രസ്തമായ ഒരു പട്ടണമായി കിടക്കുകയാണ്. സോറ്, സീദോൻ തുടങ്ങിയ രാജ്യങ്ങൾ അവയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അവയെല്ലാം ഇന്ന് അത് ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതെ പോകുന്ന ജീവിതങ്ങളെ പിന്നത്തേതിൽ ശാപഗ്രസ്തമായ അവസ്ഥയിലേക്ക് തള്ളിക്കളയുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ വിസ്തരിച്ച പീലാത്തോസിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിനായ ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി പീലാത്തോസ് ചോദിക്കുകയാണ്, സത്യമെന്നാൽ എന്ത്? ഹല്ലേലൂയ. യേശു ക്രിസ്തു പറയുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറയുന്നു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ലോകത്തിൽ വന്നു, അതിനായി ജനിച്ചുമിരിക്കുന്നു. നീതിമാനായ യേശുക്രിസ്തു നീതിമാനാണെന്ന് ബോധ്യമായ പീലാത്തോസ് ആ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും നിലകൊള്ളേണ്ടവനായിരുന്നു. എന്നാൽ മനസാക്ഷിക്ക് വിരോധമായി പാപമില്ലാത്ത യേശുവിനെ, കുറ്റക്കാരനല്ല എന്ന് കണ്ട യേശുവിനെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അതേ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ചരിത്രകാരന്മാർ പറയുന്നത്, ഒരു രാത്രിയില് പീലാത്തോസ് ഒരു സ്വപ്നം കണ്ട് ചാരിയിരുന്നേറ്റു. തന്റെ കൈകളിലേക്ക് ആരോ വെള്ളം ഒഴിക്കുന്നു, അത് രക്തമായി മാറുന്നു. കഴുകും തോറും അത് രക്തമായി മാറുന്നു. അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടവരായി കൈ കഴുകിക്കൊണ്ട് യഹൂദ മരുഭൂമിയിലൂടെ നടന്ന് അത് ആരോ അവനെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നിങ്ങൾ നോക്കുക, മനസാക്ഷിക്ക് വിരോധമായ പാപം ചെയ്തുകൊണ്ട് അത് സുവിശേഷം കേട്ടിട്ടും സത്യം ഗ്രഹിച്ചിട്ടും അതിനെ മനസ്സിലാക്കാൻ മുൻപോട്ട് പോയാൽ പിന്നത്തേതിൽ ന്യായവിധിയാണ്. അത് യോർദാന്റെ കരയിലേക്ക് മറുകരയിലേക്ക് പോയി ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അത് സത്യം ചെയ്ത ആ ദേശാവകാശം അവിടെ പാർക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അവർ അവിടേക്ക് പോകാതിന്റെ ഫലമായി തലമുറകൾ ശപിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭൂതഗസ്തന്റെ കാര്യമാണ്. അവർ പടകേറുമ്പോൾ ഭൂതഗസ്തനായിരുന്നവൻ വന്ന് താനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു തുടങ്ങി. നിങ്ങൾ നോക്കുക, ഒരു കൂട്ടം ആളുകൾക്ക് യേശുവിനെ വേണ്ട.
എന്നാൽ ഭൂതകസ്ഥനായവൻ അവൻ പറയുന്നു, കർത്താവ് ഞാനും കൂടെ പോരട്ടെ. അവൻ എങ്ങനെ യേശുവിനെ വിട്ടുതരുവാൻ കഴിയും? കാരണം അവന്റെ പാർപ്പ കലറുണ്ടായിരുന്നു. അവൻ സുബോധമില്ലാത്തവനായിരുന്നു, വസ്ത്രം ധരിക്കാത്തവനായിരുന്നു. അവന് സുബോധം നൽകി കൊടുത്തു. അവന് വസ്ത്രം ധരിക്കുന്നവനായി മാറി. അവന്റെ ജീവിതത്തിന് ഹാലയിൽ ഒരു ലക്ഷ്യം കൊടുത്തു. ദൈവം അവനെ വിടുവിച്ചപ്പോൾ യേശുവിനെ വിട്ടുപോകാൻ കഴിയുകയില്ല. ലോകത്തിന് നാനാകോണുകളിൽ ആയിരങ്ങൾ കവലകളിലും തെരുക്കോണുകളിലും അതേ പള്ളികളിലും സമൂഹങ്ങളിലൊക്കെ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? അവർ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. ഓ പ്രിയ ദൈവമക്കളെ, 1900 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവിനെ നമ്മെ വിടുവിപ്പാനായിട്ട് കഴിയും. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ 1975 വരെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, വിടുതലില്ലാതെ ദുഃഖത്തിന്റെ നെടുവീർപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. വിടുതലിന് വേണ്ടി അനേക ഇടങ്ങൾ കയറി ഇറങ്ങുവാൻ തക്കൊണ്ടേ തീർന്നു. അനേകം സാക്ഷികളാണ് അന്ന് എന്നോടുകൂടെ സഹായികളായ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും യാതൊരു വിടുതലും കിട്ടാതിരുന്നപ്പോൾ ഒരിക്കലും ഒരു കൺവെൻഷൻ പന്തലിൽ വെച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് എന്റെ ജീവിതത്തിൽ ദൈവം അത് എല്ലാ പാപ ജീവിതത്തിനുമേൽ കർത്താവ് എനിക്ക് ജയം നൽകി. എന്റെ ഇന്നത്തെ ജീവന അവകാശിയാക്കി തീർത്തു. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി തീർന്നു. അതേ തുടർന്ന് അതിന്റെ 3-ാമത്തെ ദിവസം അതേ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം വിശ്വസിച്ചിട്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷിക്തന്മാരുടെ കൈക്കീഴിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നുള്ളത് നമ്മൾ, അതായത് മാനസാന്തരപ്പെടുന്ന വ്യക്തി സ്വയമായിട്ട് മനഃപൂർവമായിട്ട് യേശു 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതുപോലെ സുബോധത്തോടെ നല്ല മനസ്സോട് സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാന് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ തക്കണം, അങ്ങനെ മുഴുവൻ സ്നാനം സ്വീകരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ദൈവം ജീവിതത്തിൽ അത് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുഖത്ത് ദൈവം വിടുതൽ നൽകുവാൻ തക്കനോടെയായി തീർന്നു. ഈ യേശു ഏത് വ്യക്തിയെ വിടുവിപ്പാൻ മതിയാ ദൈവമാണ്. അതുകൊണ്ടാണ് ഞങ്ങള് ഈ യേശുവിനെ പ്രസംഗിക്കുന്നത്. ആ യേശു ഇന്ന് രാത്രി ഇവിടെയും വന്നിട്ടുണ്ട്. ആരവന്റെ ശബ്ദം കേട്ട് അവനെ രക്ഷിതാവായി അംഗീകരിപ്പാൻ ഹൃദയം തുറന്നു കൊടുക്കും. പാപജീവിതം എനിക്ക് വേണ്ട, എനിക്ക് ഒരു പുതിയ സൃഷ്ടിയായി തീരണം, യേശുവിനായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏൽപ്പിച്ചു കൊടുക്കും. അവരെ ആര് കർത്താവ് സഹായിക്കുന്നത്. ആ സ്വർഗീയ പ്രത്യാശയോടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഉറപ്പുള്ളവരായിട്ട് അരമനാഥന മുഖത്ത് നോക്കിക്കൊണ്ട് ജീവിതയാത്ര നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ അവരെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.